അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ എക്കോമെറ്റ് ലൈലൻഡ് വണ്ടി തന്നെയാണ് ഇന്ന് പോകുന്നത്. ഇന്ന് നമ്മൾ 200 അടി വണ്ടിയിൽ നമ്മളിന്ന് 150 അടി മെറ്റൽ എടുക്കുന്നത്. ഇതിന് മുമ്പ് ഒരു 150 അടി എംസാൻഡ് നമ്മൾ കൊണ്ട് തട്ടിയായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ 150 അടി മെറ്റലാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. നമുക്ക് ചെറിയൊരു ലോക്കലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ യാർഡ് തന്നെ സൈഡാക്കി വെച്ചേക്കാണ്. 54 യാർഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ ഇന്നിപ്പോൾ ഒരു പുതിയ ബായിയാണ് ഇന്ന് യാർഡിലുള്ളത്. 2 പേരുണ്ട്. മറ്റേ ബായി നാട്ടിൽ ലീവിന് പോകുന്നതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് വേറൊരു ബായി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബായി ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കാലാവസ്ഥ പിന്നെയും പഴയ പോലെ തന്നെ ആയി. വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ്. രാവിലെയും രാത്രിയൊക്കെ നല്ല മഴയാണ്. ഇപ്പം പകൽ നല്ല വെയിലാണ്, പക്ഷെ രാത്രി ഒരു വൈകുന്നേരം 10 മണിക്ക് ശേഷം ഫുള്ള് മഴയാണ്. രാവിലെ വെളുക്കുന്നോളം വരെ മഴയാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടായിരുന്ന പണിയും കൂടെ പോയി. അപ്പോൾ ഒന്നാമത് മൊത്തത്തിൽ പണി കുറവായിരുന്നു. മഴ മൊത്തമായിട്ടങ്ങ് മാറാത്തതുകൊണ്ട് ഒന്നാമത് പണി ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എന്താവുമെന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നമുക്ക് ഒരു ലോഡ് അങ്ങനെയൊക്കെ കിട്ടിക്കൊണ്ടുവന്നേ. മിനിഞ്ഞാന്ന് ഓട്ടം ഉണ്ടായിരുന്നില്ല, ഇന്നലെ ഒരു ലോഡ് കിട്ടി. അപ്പോൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ വണ്ടിക്കാരൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിൽ 150ൻ്റെ മാർക്കിങ് കൊടുത്തിട്ടുണ്ട്, വെൽഡ് ചെയ്തിട്ട്. അപ്പോൾ അത് കറക്റ്റ് ആക്കിയിട്ട് അവർ ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭായിമാർ. അപ്പോൾ നമുക്കിന്ന് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിക്കുളം കഴിഞ്ഞ് അപ്പപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ലോഡാക്കിയിട്ട് നമ്മൾ നേരെ പോവുകയാണ് അപ്പപ്പാറയ്ക്ക്. ഇതിപ്പോൾ നമ്മൾ കാട്ടിക്കുളം മാനന്തവാടി റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാട്ടിക്കുളത്തേക്കാണ് പോകുന്നത്. ഇന്നും ഇന്നലെ ആയിട്ട് നമ്മുടെ RTO നമ്മുടെ ഈ വഴിക്ക് തന്നെ ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കാട്ടിക്കുളം എത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ബേക്കിൽ ഉണ്ടായിരുന്നു RTO. പിന്നെ വെച്ചാൽ നമ്മൾ 150 അടി എടുത്തിട്ടുള്ളൂ, ലോഡ് എടുത്തിട്ടുള്ളൂ. പിന്നെ കാക്കിയിട്ടിട്ടുണ്ട്. എല്ലാം ഉള്ളതുകൊണ്ട് അവർ നമ്മൾ വിട്ടു. പിന്നെ 200 അടി വണ്ടിക്ക് പിന്നെ അത്യാവശ്യം പാസിംഗ് ഉണ്ട്. ഏകദേശം 6 ടണ്ണോളം പാസിംഗ് ഉണ്ട്. നമ്മൾ 150 അടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ലോഡ് എടുത്തു. ഇപ്പോൾ നേരെ പനവല്ലി ഫോറസ്റ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പപ്പാറയ്ക്ക്. ഇത് 2 സൈഡും ഫുള്ള് ഫോറസ്റ്റാണ്. ഫുള്ള് തേക്കും കാടാണ്. തൊഴിലുറപ്പുകാർ ഫുള്ള് വെട്ടി വൃത്തിയാക്കിയിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുമല്ല, എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദൂരത്തിനെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ എപ്പോഴും ആന, കാട്ടുപോത്ത്, പിന്നെ ചെറിയ മയില്, മാനുകൾ, അങ്ങനെ എല്ലാ മൃഗങ്ങളും ഉള്ള സ്ഥലമാണ് ഇത്. ഇപ്പം നമ്മൾ അങ്ങനെ ഫോറസ്റ്റിലെല്ലാം കഴിഞ്ഞ് മെയിൻ റോഡ് കയറി ഇപ്പോൾ അപ്പപ്പാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പപ്പാറ ഏകദേശം ടൗണിൽ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്ഥലമാണിത്. ഇത് യൂക്കാലി ഫോറസ്റ്റുള്ളൊരു സ്ഥലം. ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ യൂട്യൂബർ സുഭാഷിൻ്റെ ഒക്കെ വീട് വരുന്നത്. ഇവിടുന്ന് ഇപ്പോൾ നേരെ മുമ്പോട്ട് പോയി അവിടുന്ന് ഇടത്തേക്ക് ആ വഴി കാണാം. അവിടെയാണ് നമ്മുടെ സുഭാഷിൻ്റെ വീട്. ഫുള്ള് എല്ലായിടത്തും നെൽകൃഷിയൊക്കെ ഭയങ്കര സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ 2 വണ്ടീൻ്റെയും ബ്രേക്ക് ഇപ്പോൾ ഈ മാസം ഉണ്ട്. നമ്മുടെ എക്കോമെറ്റിൻ്റെയും എയ്ച്ചറിൻ്റെയും 2ൻ്റെയും ബ്രേക്ക് ഉണ്ട്. ആദ്യം വരുന്നത് എക്കോമെറ്റിനാണ്. എക്കോമെറ്റ് എന്തായാലും ബ്ലൂ കളർ തന്നെയാണ്. നമ്മൾ കളറൊന്നും മാറ്റുന്നില്ല ഈ പ്രാവശ്യം. എന്തായാലും നല്ലൊരു എമൗണ്ട് കാണണം. ഒന്നാമത് മൊത്തത്തിൽ പണിയില്ലാണ്ടിരിക്കുകയാണ് എല്ലാ വണ്ടിക്കാർക്കും. എന്തായാലും നമ്മൾ ഉള്ളത് നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ അപ്പപ്പാറ ടൗണും കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ലോഡ് ഇറക്കാനുള്ള ഏകദേശം സൈറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഏകദേശം ചെറിയൊരു വഴിയാണ്. ഇത് നമ്മുടെ ഫോറസ്റ്റിനോട് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇറക്കാൻ വരുന്ന സൈറ്റ്. ഇത് നമ്മുടെ ചെറിയൊരു കോളനി വർക്കിനാണ് നമ്മളിപ്പോൾ സാധനം ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ 150 അടി ഇപ്പോൾ മെറ്റൽ എടുത്തിട്ട് വന്നേ. തൊട്ട് മുന്നേ നമ്മൾ 150 അടി എംസാൻഡും ഈ സൈറ്റിൽ തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു.